Hi students, welcome to class Aura. നമ്മൾ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് ഇതിനകത്ത് 6.5 90th ക്വസ്റ്റ്യൻ ആണ്. വേർഡ് പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് the rectangle inscribed in a fixed circle, the square has the maximum area. The square has the maximum area. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് ദ റെക്ടാങ്കിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ ഗിവൺ ഫിക്സഡ് സർക്കിൾ. ഒരു സർക്കിളിനകത്തേക്ക് ഒരു റെക്ടാങ്കിൾ ഇറക്കി വെക്കുകയാണ്. അങ്ങനെ ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഈ റെക്ടാങ്കിൾ നമ്മുടെ ആ സർക്കിളിൻ്റെ ഏരിയ മാക്സിമം ആകുമ്പോൾ ആ റെക്ടാങ്കിൾ എന്തായി മാറും? സ്ക്വയർ ആവുമെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ വെക്കുന്ന ബലൂൺ, ആ ബലൂണിനകത്തേക്ക് സ്പ്രിങ് രൂപത്തിലുള്ള ഒരു റെക്ടാങ്കിൾ ഇറക്കി വെക്കുമെന്ന് വെച്ചോ. അത് കഴിഞ്ഞ് നമ്മൾ ആ ബലൂൺ നന്നായിട്ട് അങ്ങ് വീർപ്പിച്ച് കഴിയുമ്പോൾ ആ സ്പ്രിങ്ങിൻ്റെ രൂപത്തിലുള്ള റെക്ടാങ്കിൾ എന്തായിട്ട് 4 സൈഡും നമ്മൾ മാക്സിമം ആയിട്ട് എല്ലാ സൈഡും ഈക്വലായിട്ട് അതെന്തായി മാറും? സ്ക്വയറായി മാറും. അപ്പോൾ ആദ്യം ഒരു സർക്കിള്, ഈ സർക്കിളിനകത്തേക്ക് ഒരു റെക്ടാങ്കിൾ നമ്മൾ ഇറക്കി വെക്കുകയാണ്. അങ്ങനെ റെക്ടാങ്കിൾ ഇറക്കി വെക്കുമ്പോൾ ഈ റെക്ടാങ്കിളിൻ്റെ ലെന്ത് എക്സ് എന്നും നമുക്ക് വിട്ട് വൈ എന്നും കൊടുത്തു. ഈ റെക്ടാങ്കിളിൻ്റെ റേഡിയസ്, സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് നമ്മൾ 6 എന്ന് കൊടുത്തു. അങ്ങനെയാണ് ഇങ്ങോട്ടും എന്ത് തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്ത് നോക്കുമ്പോൾ നോക്കിയാൽ നിങ്ങൾ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി. ഈ ഒരു സൈഡ്, ഈ ഒരു സൈഡ്. അപ്പോൾ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയായി? 2r ആയി. നമുക്ക് പൈതഗോറസ് തിയറം അനുസരിച്ച് ഇങ്ങനെ ഒരു ഏതൊരു ക്വസ്റ്റിനകത്തും സർക്കിളിനകത്ത് റെക്റ്റാങ്കിള്, കോണിനകത്ത് സ്പിയറിനകത്ത് കോണ്, ഇങ്ങനെയുള്ള എല്ലാ പ്രോബ്ലത്തിനകത്തും നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ്. നമ്മൾ വരയ്ക്കുക, പടം വരയ്ക്കുക, ആ ഫിഗറിനകത്ത് തന്നെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് റേഡിയസ് 6, അപ്പോൾ ഇങ്ങോട്ട് എന്ത് തന്നെയായിരിക്കും മക്കളെ? റേഡിയസ് 6 തന്നെയായിരിക്കും. ഇത് എക്സ്, ഇതെന്താ? വിട്ട് വൈ. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എന്ത് കൊടുക്കാം? പൈതഗോറസ് തിയറം അനുസരിച്ച് ഈ 6 2r ആണ്. അപ്പോൾ 2r the whole square equal to s square plus y square എന്ന് കൊടുക്കാം. നമ്മൾ പൈതഗോറസ് തിയറം പഠിച്ചത് അങ്ങനെയാണ്. ലെന്തിൻ്റെ സ്ക്വയർ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. അപ്പം ഈ 2r, ഈ നീളം കൂടിയ ലെന്ത് കൂടിയ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ 2r the whole square equal to ഈ രണ്ട് സൈഡിൻ്റെയും സ്ക്വയറിൻ്റെ സമ്മ്. അപ്പോൾ 2r the whole square equal to എന്തായി? എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് ഇതിനകത്ത് ആദ്യം നമ്മൾ വൈ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2r the whole square എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ 4 വരും, 6ൻ്റെ സ്ക്വയർ r സ്ക്വയർ വരും. ദെൻ ഈ വൈ സ്ക്വയറിനെ ഇവിടെ നിർത്തി കഴിയുമ്പോൾ ഇത് നേരെ ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ മൈനസ് എസ് സ്ക്വയർ എന്നാവും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വൈ സ്ക്വയർ ഈക്വൽ ടു 4r സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ഇവിടെ എന്താ പറഞ്ഞേക്കണേ? റെക്റ്റാങ്കിൾ, നമ്മൾ സ്പ്രിങ് കൊണ്ട് ഉണ്ടാക്കിയ റെക്റ്റാങ്കിൾ ആണ് ഒരു ബലൂണിനകത്ത് വെച്ചേക്കണേ. ഈ ബലൂൺ വീർപ്പിച്ച് കഴിയുമ്പോൾ ഈ റെക്റ്റാങ്കിൾ എല്ലാ സൈഡും വീർത്ത് എന്തായി പോകും? സൈഡ് നീളം കൂടി സ്ക്വയറായി മാറും, അല്ലേ? അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? അവിടെ ഏരിയ ആണ്. നമ്മൾ ബലൂൺ വീർപ്പിക്കുമ്പോൾ അവിടെ എന്താണ്? ആ ബലൂൺ വലുതാവുകയാണ്. അപ്പോൾ അവിടെ എന്താ വലുതാവുന്നത്? ഏരിയ ആണ്, അല്ലേ? അപ്പോൾ നമ്മൾ എന്തിൻ്റെ ഏരിയ എടുക്കേണ്ടത്? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അവിടെ എന്തിനാണ് ഡിഫറൻസ് വരുന്നത്? റെക്റ്റാങ്കിളിനാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് എന്താണ്? ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എടുക്കണം. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇൻറ്റു വൈ, അല്ലേ? എക്സ് ഇൻറ്റു വൈ ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുക, നമ്മളിങ്ങനെ ഒരു ഫോർമുല ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 അൺനോൺ പറ്റത്തില്ല, ഏതെങ്കിലും ഒരു വേരിയബിളേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു വേരിയബിളിന് നമ്മൾ എന്താണ്, നമുക്ക് തന്നേക്കണ ഏതാണോ നമുക്ക് വരുന്ന ഒരു മറ്റേ വേരിയബിളിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ നമുക്ക് വൈക്ക് പകരം വാല്യൂ കൊടുക്കാം. അപ്പോൾ വൈക്ക് പകരം വാല്യൂ കൊടുക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും? എ എന്ന് പറഞ്ഞ് എന്താ? എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞ് ഇതിൻ്റെ റൂട്ട് വരും. അപ്പോൾ റൂട്ട് 4r സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ വരും. കാരണം ഇവിടെ വൈ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് 4r സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ. ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഈ വൈയുടെ സ്ഥാനത്തേക്ക് അങ്ങ് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ഈക്വൽ ടു എക്സ് ഇൻറ്റു റൂട്ട് 4r സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ എന്നായി. ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ഇതിന് നമ്മൾ A1 എന്ന് കൊടുക്കാം. ഈ വാല്യൂ നമ്മൾ കൊടുത്തപ്പോൾ A1, ഏരിയയ്ക്ക് നമ്മൾ A1 എന്ന് കൊടുത്തു. ഇനി നമുക്കറിയാം ഏരിയ മാക്സിമം ഇവിടെ ഇട്ട് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് പാടായതുകൊണ്ട് ഏരിയ മാക്സിമം ആണെങ്കിൽ സ്ക്വയർ ഓഫ് ഏരിയ എന്ത് തന്നെയായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പം നമ്മൾ എന്താ എഴുതാം? ഏരിയ ഈസ് മാക്സിമം.
ഏരിയ എന്താണ്? മാക്സിമം. ദെയർഫോർ സ്ക്വയർ ഓഫ് ഏരിയയും എന്ത് തന്നെയായിരിക്കും? ഏരിയ ഈസ് മാക്സിമം ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് ഇതിനെ ഒന്നങ്ങ് സ്ക്വയർ ചെയ്തു. അപ്പൊ A1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ വരും. ഇതിന് സ്ക്വയർ വരുമ്പോൾ ഈ റൂട്ട് അങ്ങ് പോകും. അപ്പൊ 4r സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ എന്നാവും. ഇനി A1 സ്ക്വയറിന് നമ്മൾ എന്ത് കൊടുക്കാം? എ എന്ന് കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ളത് മാറ്റാം. അപ്പൊ നമ്മൾ അതിനെ എ എന്ന് കൊടുത്തു. ഇവിടെ എന്ത് കിട്ടി മക്കളെ? നമുക്ക് എസ് സ്ക്വയർ ആയി. സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോയി 4r സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ആയി. ഇതിന് നമ്മൾ ബ്രാക്കറ്റിന് പുറത്തെടുക്കുന്ന ഏത് ടേമാണോ അത് ഓരോ ടേം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും ഇവിടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ ഇൻറ്റു 4r സ്ക്വയർ ആയി മൈനസ് എക്സ് റേസ്റ്റ് 4 ആയി. അപ്പൊ എ എന്ന് പറഞ്ഞ എന്താ? എസ് സ്ക്വയർ മൈനസ് 4r സ്ക്വയർ മൈനസ് എക്സ് റേസ്റ്റ് 4 ആയി. നമ്മുടെ ലോക്കൽ മാക്സിമം മിനിമത്തിന്റെ കണ്ടീഷനായി. ഇനി നമ്മൾ എന്താണ് ലോക്കൽ മാക്സിമം മിനിമത്തിനകത്ത്? ആദ്യമേ ഫസ്റ്റ് വൺ എ ഡാഷ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളത് ലെവൽ 1ലും ലെവൽ 2ലും അതിന്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്തിട്ടുണ്ട്, നോക്കണം നിങ്ങൾ കേട്ടോ. എ ഡാഷ് കണ്ടുപിടിക്കണം. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 4r സ്ക്വയർ കോൺസ്റ്റന്റ്. എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x മൈനസ് എക്സ് റേസ്റ്റ് 4ന്റെ ഡെറിവേറ്റീവ് എന്നാ? 4s ക്യൂബ്. അതായത് ലോക്കൽ മാക്സിമം മിനിമത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് എ ഡാഷ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ എ ഡാഷ് ഈക്വൽ ടു എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. അപ്പൊ നമുക്ക് എ ഡാഷ് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ വേണ്ടത്? സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ എ ഡാഷ് ഈക്വൽ ടു 0 കൊടുക്കണം. അപ്പൊ ഇത് 0 കൊടുത്തു. അപ്പൊ 4r സ്ക്വയർ ഇൻറ്റു 2x മൈനസ് 4s ക്യൂബ് ഈക്വൽ ടു 0 ആയി. നമ്മൾ ഏതെങ്കിലും ഒരു ടേമിനെ ഇവിടെ നിർത്തുക, മറ്റേ ടേമിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഇത് അവിടെ നിർത്താം. അപ്പൊ 8r സ്ക്വയർ ഇൻറ്റു എക്സ് ഈക്വൽ ടു ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ 4s ക്യൂബ് എന്ന് കിട്ടും. ഈ 4ഉം 8ഉം വെട്ടുമ്പോൾ ഇവിടെ 2 വരും. ഈ എക്സും കൂടെ വെട്ടുമ്പോൾ ഇവിടെ 2 വരും. കാരണം ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ഈ 3 വെട്ടുമ്പോൾ 2 ബാക്കി വരും. ഈ 4ഉം 8ഉം കൂടെ വെട്ടുമ്പോൾ ഇവിടെ വലിയ നമ്പറിൻ്റെ അടുത്ത് 2 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി നോക്കിയാൽ 2r സ്ക്വയർ ഈക്വൽ ടു എസ് സ്ക്വയർ എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ എ ഡാഷ് 0 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എസ് സ്ക്വയർ ഈക്വൽ ടു 2r സ്ക്വയർ എന്ന് പറയും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് 2r സ്ക്വയർ വരും. ഇപ്പൊ റൂട്ടിനകത്ത് നമ്മൾ എന്താണ്? പ്ലസ് ഓർ മൈനസ് എഴുതാം. ഈ റൂട്ട് 2 എഴുതാം. r സ്ക്വയർ റൂട്ടിന് പുറത്ത് വരുമ്പോൾ 6 എന്ന് വരും. കാരണം രണ്ടെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം പുറത്ത് വരും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു r സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ടിൽ നിന്ന് സ്ക്വയർ റൂട്ട് ആകുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 വരും. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് റൂട്ട് 2r എടുത്താൽ മതി. ഏതെങ്കിലും ഒരു വാല്യൂ എടുത്താൽ മതി. പ്ലസ് റൂട്ട് 2r എടുത്ത് ചെയ്താൽ മതി. എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്നാ? നമ്മൾ എ ഡാഷ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമ്മുടെ എ ഡാഷ് എന്ന് പറഞ്ഞ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 4r സ്ക്വയർ ഇൻറ്റു 2x മൈനസ് 4s ക്യൂബ് ആണ് എ ഡാഷ് എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8r സ്ക്വയർ എക്സ് മൈനസ് 4s ക്യൂബ് ആണ് എ ഡാഷ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ ഈ എ ഡാഷ് ഈക്വൽ ടു 0 കൊടുത്ത് നമ്മൾ എക്സിന്റെ വാല്യൂം കിട്ടി. ഇനി എ ഡബിൾ ഡാഷ് കണ്ടുപിടിക്കണം. എ ഡാഷ് നമുക്ക് ഓൾറെഡി അറിയാം. എ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രാവശ്യമോടെ ഈ വാല്യൂവിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ 8r സ്ക്വയർ ഇസ് എ കോൺസ്റ്റന്റ്, അത് അവിടെ നിർത്തി. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. മൈനസ് 4s ക്യൂബ് എന്ന് പറയുമ്പോൾ എന്തൊരു 12 വരും. അപ്പൊ 12s സ്ക്വയർ വരും. ഇനി നമ്മൾ ഈ എസ് സ്ക്വയറിന്റെ വാല്യൂ ഇവിടെ കൊടുത്തു. അപ്പൊ 8r സ്ക്വയർ എ ഡബിൾ ഡാഷ് ആണ്. എ ഡബിൾ ഡാഷ്. അപ്പൊ 8r സ്ക്വയർ മൈനസ് 12 ഇൻറ്റു എസ് സ്ക്വയർ എന്ന് പറയുന്നത് 2r സ്ക്വയർ ആണ്. അപ്പൊ 8r സ്ക്വയർ അങ്ങനെ തന്നെ വരും. മൈനസ് 24r സ്ക്വയർ വരും. 12 ഇൻറ്റു 2 24 ആ. അപ്പൊ 24r സ്ക്വയർ വരും. ഇനി 8r സ്ക്വയർ ഇനി 24r സ്ക്വയർ കുറച്ച് എത്രയാണ്? മൈനസ് 16r സ്ക്വയർ വരും. ലെസ് ദാൻ 0 ആണ്. അപ്പൊ നമുക്ക് കിട്ടിയേക്കണ എ ഡബിൾ ഡാഷ് എന്താ? ലെസ് ദാൻ 0, നെഗറ്റീവ് ആണ്. നമ്മുടെ റൂൾ അനുസരിച്ച് എ ഡബിൾ ഡാഷ് ലെസ് ദാൻ 0 ആണെങ്കിൽ ലോക്കൽ എന്താണ്? ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ്. അപ്പൊ എ ഡബിൾ ഡാഷ് ലെസ് ദാൻ 0 ഈസ് എ ലോക്കൽ മാക്സിമം ആണ്. ലോക്കൽ മാക്സിമം എന്ന് കിട്ടി. ഇനി നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ എന്താന്ന് പ്രൂവ് ചെയ്യണം? റെക്റ്റാങ്കിൾ സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ റെക്റ്റാങ്കിൾ സ്ക്വയർ ആണെങ്കിൽ എന്താവണം മക്കളെ? ലെന്തും ബ്രെഡ്ത്തും ഈക്വൽ ആവണം അല്ലേ? അപ്പൊ നമ്മുടെ റെക്റ്റാങ്കിൾ സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ലെന്ത് ഈക്വൽ ടു ബ്രെഡ്ത്ത് എന്ന് പ്രൂവ് ചെയ്താൽ മതി. നമ്മൾ ബ്രെഡ്ത്ത് ഈക്വൽ ടു എസ് സ്ക്വയർ ഈക്വൽ ടു എന്താ? എസ് സ്ക്വയർ ഈക്വൽ ടു 2r സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് 2r ആണ്. നമുക്കറിയാം y സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിച്ചേക്കണേ? 4r സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ആണ്. ഈ എസ് സ്ക്വയറിന്റെ വാല്യൂ ഇവിടെ കൊടുത്തു. അപ്പൊ 4r സ്ക്വയർ മൈനസ് 2r സ്ക്വയർ വരും.
എസ് സ്ക്വയറിന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കണേ എന്താ 2r അല്ലേ? ആ 2r സ്ക്വയറിന്റെ വാല്യൂ ഈ വാല്യൂയിലേക്ക് കൊടുത്തു. അപ്പൊ നമുക്ക് 2r സ്ക്വയറും 4r സ്ക്വയർ മൈനസ് 2r സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2r സ്ക്വയർ കിട്ടും. അപ്പൊ y സ്ക്വയർ 2r സ്ക്വയർ കിട്ടും. അപ്പൊ y ഇസ് ഈക്വൽ ടു എന്നാ √2 r വരും. അപ്പൊ ഈക്വൽ ടു എക്സ്. അപ്പൊ എക്സും വൈയും ഈക്വലായി, ലെന്ത് ഈക്വൽ ടു ബ്രെഡ്ത്ത് എന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താണ്, ഒരു റെക്റ്റാങ്കിളിനകത്ത് അല്ലെങ്കിൽ സർക്കിളിനകത്ത് റെക്റ്റാങ്കിൾ ഇറക്കി വെച്ച് കഴിയുമ്പോൾ അതിന്റെ മാക്സിമം വോളിയം എപ്പോഴും എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴാണ് മാക്സിമം ആവുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു ലെന്ത് ഈക്വൽ ടു ബ്രെഡ്ത്ത് ആകുമ്പോൾ. ഇപ്പോൾ y ഈക്വൽ ടു എക്സ് എന്നും കിട്ടി.